ഇന്ന് ജനുവരി 30. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി ചുമതലയേറ്റത് 1933 ജനുവരി 30-നായിരുന്നു. സൈന്യത്തിൽ സേവനം ചെയ്തിരുന്ന ഹിറ്റ്ലർ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ നേതാവായതോടെയാണ് അധികാരത്തിലേക്കുള്ള വഴി തെളിഞ്ഞത്. പല തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ സ്ഥിരതയുണ്ടാക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾക്ക് കഴിയാതെ പോയ സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ പ്രസിഡന്റ് ഹിൻഡൻബർഗ് ഹിറ്റ്ലറെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിച്ചത്. അങ്ങനെ 1933 ജനുവരി 30-ന് അദ്ദേഹം ജർമ്മനിയുടെ ചാൻസലറായി, പിന്നീട് ഭരണഘടനാ ഭേദഗതിയിലൂടെ ജർമ്മനിയുടെ സർവാധിപതിയും 1934 പ്രസിഡന്റ് ഹിൻഡൻബർഗ് മരിച്ചതോടെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും അധികാരം സംയോജിപ്പിച്ച് ഫ്യൂററുമായി മാറി. 1948 ജനുവരി 30-നാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത്. നാഥുറാം ഗോഡ്സെയാണ് ഗാന്ധിജിക്ക് നേരെ നിറയൊഴിച്ചത്. ഡൽഹിയിലെ ബിർള ഹൗസിൽ ഒരു സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ജനങ്ങൾ കാത്തിരുന്ന മൈതാനത്തിന് നടുവിലൂടെ നടന്ന് വേദിയിലേക്ക് പോകുന്ന വഴി ജനങ്ങൾക്കിടയിൽ നിന്നിരുന്ന ഗോഡ്സെ ഗാന്ധിജിയെ വന്ദിച്ചുകൊണ്ട് കുനിഞ്ഞു. ഗാന്ധിജിയുടെ പാദം ചുംബിക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിച്ച് മനു ഗോഡ്സെയെ വിലക്കി. എന്നാൽ ഇടത് കൈകൊണ്ട് മനുവിനെ ശക്തിയായി തള്ളിമാറ്റി വലത് കൈയിലിരുന്ന പിസ്റ്റൾ കൊണ്ട് ഗോഡ്സെ 3 തവണ വെടിയുതിർത്തു. 3 വെടിയുണ്ടകളും ഗാന്ധിജിയുടെ നെഞ്ചിൽ തുളച്ചു കയറി. ഗാന്ധിജി കൊല്ലപ്പെട്ട ഈ ദിനം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. പ്രശസ്ത സംഗീത ബാൻഡായിരുന്ന ബീറ്റിൽസ് അവരുടെ അവസാന ഷോ നടത്തിയത് 1969 ജനുവരി 30-നായിരുന്നു. സെൻട്രൽ ലണ്ടനിലെ ആപ്പിൾ ഓഫീസ് കെട്ടിടത്തിൻ്റെ ടെറസിലായിരുന്നു അവസാന പെർഫോമൻസ്. പലർക്കും അത് ബീറ്റിൽസിൻ്റെ പെർഫോമൻസ് ആണെന്ന് മനസ്സിലായതുപോലുമില്ല. കാരണം അവർക്ക് പരിചിതരും ബീറ്റിൽസിലെ പ്രശസ്തരുമായ 4 പേരുടെ സാന്നിധ്യം അന്നത്തെ ഷോയിൽ ഉണ്ടായിരുന്നില്ല. അവർ ആലപിച്ചത് ബീറ്റിൽസിൻ്റെ പ്രശസ്തമായ ഗാനങ്ങളുമായിരുന്നില്ല. 1966 ആഗസ്റ്റ് 29-ന് ശേഷം ബീറ്റിൽസിൻ്റെ ലൈവ് ഷോകൾ നടന്നിരുന്നില്ല. പ്രവർത്തനം നിലച്ച ബാൻഡിന് ഔദ്യോഗിക അന്ത്യം കുറിക്കാനാണ് 1969 ജനുവരി 30-ന് അവർ അവസാന ഷോ നടത്തിയത്.